നാളെ പെരുന്നാളാണ്. അപ്പോൾ അത് അറിഞ്ഞ മുതൽ എന്താണ് അറിയാൻ തുള്ളി ചാടി കളിക്കാണ്. നോക്കൂ ഗൈസ്, നോക്കൂ ഗൈസ്. ഹായ് ഗൈസ്. وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 نحتاج لها كي نستعجل. عيد مبارك. عيد مبارك. عيد مبارك. നാളെ പെരുന്നാളാണ്. അപ്പോൾ അത് അറിഞ്ഞ മുതൽ എന്താണ് അറിയാൻ തുള്ളി ചാടി കളിക്കാണ് ഗൈസ്. നിങ്ങൾ ചായ അടിച്ചില്ല, ഞങ്ങൾ ചായ അടിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഇത് തലേന്നൊക്കത്തെ വീഡിയോ ആണ്. തലേന്ന് ഞങ്ങളെല്ലാവരും കൂടി മൈലാഞ്ചി ഇടാനൊക്കെ വേറെ വീട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. പിന്നെ പടക്കം പൊട്ടിക്കൽ പറഞ്ഞാൽ കുറേ നേരം വേറെ ഓരോ പെരയിലൊക്കെ പോയി പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേനും ഇപ്പം സൗണ്ട് ഉള്ളതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഈ പൂത്തിരി അങ്ങനത്തെ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ആവശ്യം എനിക്ക് കൂടുതൽ വന്നില്ല. ഞാൻ ശരിക്കും തലേന്നൊക്കത്തൊക്കെ അടിപൊളിയായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതിന്. പക്ഷേ പിന്നെ എന്തോ കാരണം കൊണ്ട് മറന്നും പോയി. പിന്നെ അതുപോലെ മടിയായി. അപ്പോൾ ഇത് പിറ്റേന്നൊക്കത്തതാണ്. അപ്പോൾ ഞാനങ്ങനെ രാവിലെ തന്നെ നീച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സെറ്റാക്കി എടുക്കണമെന്ന് ഞാൻ എന്നോ പ്ലാൻ ഇടൽ തുടങ്ങിയിട്ട് പെരുന്നാക്കൊക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, മറയ്ക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് തലേന്നൊക്കത്തെ വീഡിയോ തന്നെ നല്ലപോലെ എടുത്തില്ല. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുകയാണ്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ പെരുന്നാൾ തറവാട്ടിലാണ് ഉണ്ടാവർ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ തന്നെ ആക്കി. അപ്പം ഞങ്ങളങ്ങനെ ചായ കുടിച്ചു. ബ്രെഡും ബീഫൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. എനിക്ക് ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ട് എടുക്കണം എന്നുണ്ട്. പിന്നെ തലേന്നൊക്കത്തെ വീഡിയോ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ കാരണം ഏതായാലും ഒരു ഇത്തിരി ഉണ്ട്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ തലേന്നൊക്കത്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പൊളിക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ പെരയിൽ അല്ലറ ചില്ലറ കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി അടിച്ചു തരാതൊന്നും പറയാൻ പറ്റൂല. ഒന്ന് ചണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിയിട്ട് പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ ഇതാണ് പെരുന്നാൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും ആ സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇടാൻ പോകുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഷൂവും മേക്കപ്പ് ഐറ്റംസൊക്കെ ഒന്ന് വെച്ചു. ജസ്റ്റ് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനുമായിരുന്നു. പിന്നെ ഞാനങ്ങനെ മാറ്റി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മിഷാൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചോറ് കഴിച്ചില്ല. മിഷാൽ ചോറൊക്കെ കഴിച്ച് വരികയാണ്. അപ്പോൾ മിഷാൽ പിന്നെ ദാഹിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വെയിൽ കൊണ്ട് പെരുന്നാൾ ഒരു രസമില്ലായിരുന്നു. തലേന്ന് അടിപൊളിയായിരുന്നു. പക്ഷേ വീഡിയോ ഞങ്ങൾ നല്ലപോലെ എടുത്തില്ലെങ്കിലും തലേന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ച്. ഞാൻ രാത്രി 2 മണിക്കാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് എല്ലാവരും വന്നു. ഞങ്ങളെല്ലാ വീട്ടിലും ഇങ്ങനെ പോവും പായസം കുടിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീട്ടിൽ പായസമൊന്നും അല്ലായിരുന്നു, ജസ്റ്റ് മിഠായി ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിഠായിയൊക്കെ തിന്ന് നടക്കുകയാണ്. ഞാൻ പെരുന്നാൾക്ക് മെയിൻ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വെയിലായിട്ടൊന്നാകെ മടി പിടിച്ച് ഞങ്ങൾ തന്നെ അത്ര വൈബ് ചെയ്തില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനിപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളെ വീട്ടിൽ ലീൻ്റെ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ചടപ്പ് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക മിഷാലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. തറവാട്ടിൽ പോയി അതിന് ശേഷമാണ് മിഷാലിൻ്റെ വീട്ടിൽ പോയത്. ഇവിടെയെന്ന് പറഞ്ഞാൽ പുതിയതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുള്ള് കളിയാണ്. അപ്പോൾ നഹാനും മൈസീനും എല്ലാവരും കൂടി ഇവിടെ കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ലിയ ഇവിടെ പാട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു പെരുന്നാൾ ഇത്ര ബോറായി തോന്നിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത് നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് മുറ്റത്തേക്ക് ഇറങ്ങാനും തോന്നണില്ല. പിന്നെ എനിക്ക് തലവേദന അതൊന്നാകെ എന്തൊക്കെയോ ആയിന്. പിന്നെ ലിയത് അവിടെ പാട്ടിട്ട് ഡാൻസ് കളിക്കായിരുന്നു.
പിന്നെ എൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ എടുക്കാറ്. ഞാൻ പാർട്ടി വേഴ്സ് ഒന്നും പെരുന്നാൾക്ക് എടുക്കലില്ല. പിന്നെ പൊതുവെ ഞാൻ അങ്ങനെ കൂടുതൽ പാർട്ടി വേഴ്സ് ഇടാറില്ല. അപ്പോൾ ഇതായിരുന്നു ബ്രാൻഡമായ ലുക്കാണ് നമ്മുടെ കാര്യം. മുടിയൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കാൻ. അപ്പോൾ ഇതാ പിന്നെ അവിടുത്തെ മിററിൽ ഇങ്ങനെ എന്തൊക്കെയോ കോപ്പറായ വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്ത്. ഇന്നത്തെ വ്ളോഗിൽ കൂടുതലൊന്നുമില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഒക്കെ മറന്നത്. പിന്നെ ഫുഡ് കഴിക്കുമ്പം ഇവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ചടപ്പായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കുറേ വീഡിയോസ് എടുക്കാത്തതുണ്ട്. എന്നാലും ഞാൻ കഴിയുന്ന പോലെ എടുത്തിന്. ഇനിയുള്ളത് മൊത്തം ഞാൻ നല്ലപോലെ എടുക്കും. അപ്പം ഞങ്ങളിനി ഉമ്മൻ്റെ വീട്ടിൽ പോവാണ്. മുട്ടായ പിന്നെ അങ്ങനെ ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് പൊളിപ്പിക്കണം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു കണ്ണാടി കണ്ടപ്പം കണ്ണാടിൻ്റെ അടുത്ത് സ്വാഭാവികം എനിക്ക് മിറർ കണ്ടാൽ പിന്നെ ഞാൻ ഏതുനേരം അതിലാണ്. എനിക്കൊന്നാകെ കുറയും ജലദോഷമൊക്കെയാണ്. കുരയല്ല, കുരയെന്നാണ് ഞാൻ പറയുക, ചുമയാണ്. അപ്പോൾ എൻ്റെ വോയിസ് പറഞ്ഞതിനൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ അമ്മൻ്റെ വീട്ടിലെത്തിയിരിക്കണം. അപ്പോൾ ലിയൊക്കെ അത് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഞങ്ങളോട് തലേന്ന് ഇന്നലെ തീ പൊട്ടിച്ചിട്ട് ഉള്ളായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അത് ഉറപ്പിച്ച് ഒന്ന് ഇവിടെ നിന്ന് പൊട്ടിക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ഇതാ ഇപ്പച്ചി ആദ്യം പൊട്ടിക്കുന്നു. ആദ്യം പൊട്ടിച്ച് എനിക്ക് ഫസ്റ്റ് പൊട്ടിക്കാൻ എന്തോ ഒരു പേടി. ഇപ്പച്ചി ആദ്യം പൊട്ടിച്ചോ എന്ന് പറഞ്ഞ് പിന്നെ ഞാനിങ്ങനെ പൊട്ടിച്ചു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പം പെരുന്നാൾ ഏകദേശം ഒന്നാകെ കൊളമായി. നിങ്ങൾക്ക് നിങ്ങളെ പെരുന്നാൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക.